ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഗോതമ്പ് ദോശ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി വറ്റൽമുളക്, വെളുത്തുള്ളി ഒരു 2-3 പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. വറ്റൽമുളക് എണ്ണയ്ക്കകത്ത് ചൂടാക്കി എടുത്ത് താത്ത് വെച്ചിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കുക, അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി. എന്നിട്ട് ഇഞ്ചിയും കൂടെ ഇട്ട് 3 കൂടെ നല്ലതുപോലെ ചതച്ചങ്ങോട്ട് എടുക്കാം. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ്, തക്കാളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് കടുക് വറുത്തതിന് ശേഷം കറിവേപ്പില, ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയൊന്നെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലിട്ട് കലക്കും. അതാണ് ഇന്നത്തെ ഗോതമ്പ് ദോശയുടെ റെസിപ്പി. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ 2 കപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് റവ, ഒരു 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ പച്ചക്കറിയിലെല്ലാം ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാവിന് ഉപ്പിടണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നേരത്തെ ചതച്ച് വെച്ച മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാവ് റെഡിയായതിനു ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ദോശ ഇടും.